രാത്രി മഹോത്സവത്തോടനുബന്ധിച്ചാണ് നമ്മളെല്ലാം കൂടി ഒത്തുചേർന്നിരിക്കുന്നത്. ഈ മഹോത്സവത്തിൽ മുമ്പും ഞാൻ ഒരു തവണ ഇവിടെ വന്ന് പ്രസംഗിച്ചിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു എന്നറിയുന്നു. അതിനെല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇവിടെ നടക്കുന്നത് ആധ്യാത്മീയ സദസ്സ് എന്നൊരു നോട്ടീസിലുണ്ട്, ബാനറിലുണ്ട്. അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആധ്യാത്മീയ സദസ്സില്ല, അതിൽ അക്ഷരത്തെറ്റുണ്ട്. അത് നോട്ടീസ് തയ്യാറാക്കിയവർക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു. അധ്യാത്മം എന്ന് പറയും, ആധ്യാത്മീയം എന്നില്ല. ദാ പോയിട്ട് ധാവം, ധാ എന്നാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അത് ഈ മലയാളം ഭാഷയായ നമ്മളെ കുഴപ്പമാണ്. അക്ഷരത്തെറ്റ് ആദ്യം കാണും. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ആധ്യാത്മിക പ്രഭാഷണമൊന്നും ഞാൻ നടത്തുന്ന ആളല്ല. കാരണം ആധ്യാത്മിക വിഷയങ്ങളെപ്പറ്റി എനിക്കറിയാം, പക്ഷെ അത് പറയുന്ന ആളല്ല ഞാൻ. എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ശിവരാത്രിയും അതിൻ്റെ ഉത്സവവും അതിൻ്റെ പ്രാർത്ഥനയും അതിൻ്റെ ചടങ്ങുകളും ഒക്കെ ശിവന് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ എന്ന ഒരു ചിന്ത വേണമെന്നതാണ്. സർവചരാചരങ്ങളെയും അടക്കി ഭരിക്കുന്ന ബ്രഹ്മാണ്ഡമൂർത്തിയായിരിക്കുന്ന ശിവൻ ഈ ഭൂമിയിൽ മാത്രമുള്ള മനുഷ്യർ മാത്രം വിചാരിച്ചിട്ട് ശക്തിപ്പെടുന്ന ആളാണോ? നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ ദുർബലപ്പെടുന്ന ആളാണോ? ഒന്നുമല്ല. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എന്തിനാണ്? ശിവരാത്രി എന്താണ്? നമ്മുടെ അമ്പലങ്ങൾ പുതിയത് ഒരുപാട് വരുന്നു, പഴയതെല്ലാം കുറച്ചുകൂടി മെച്ചപ്പെടുന്നു. പണ്ട് BPL ലിസ്റ്റിൽപ്പെട്ട അമ്പലം ഉണ്ടായിരുന്നു നമ്മുടെ തൊടികൾ അമ്പലം. BPL ലിസ്റ്റിലായിരുന്നു, അറിയോ? തൊടികൾ അമ്പലത്തിൽ ദൈവം ആരാന്നാ എൻ്റെ മനസ്സിലുള്ള ധാരണ എന്നറിയോ? അവിടുത്തെ പൂജാരി എന്ന ഈശ്വരൻ പൂജാരിയാന്നാ എൻ്റെ ധാരണയായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുറേ വിഡ്ഢിത്തങ്ങൾ വിശ്വസിക്കൂലേ? അന്ന് ഈ ടെലഗ്രാമിന് കമ്പി അടിക്കുക എന്ന് പറയും. ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഈ കമ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മേലെ കയറിയിട്ട് ബടിയെടുത്ത് കമ്പി കടിക്കലാണ് കമ്പി അടിക്കലെന്ന വിചാരം. അതുപോലൊരു വിഡ്ഢിത്തമായിരുന്നു. തൊടിക്കൽ അമ്പലത്തിലെ ഈശ്വരൻ അവിടുത്തെ പൂജാരിയാണ്. അതിൽ എന്നെ കുറ്റം പറയാൻ പറ്റും? അവിടുത്തെ പൂജാരിയുടെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നാണ്. ഈശ്വരൻ നമ്പൂതിരി. ആ ഈശ്വരൻ നമ്പൂതിരി പിന്നീട് അവിടുന്ന് ദേവസ്വത്തിന്റെ ക്ഷേത്രമായതുകൊണ്ട് അവിടുന്ന് റിട്ടയർ ആയിട്ട് മാലൂർ പനക്കൾ അമ്പലത്തിലെ പൂജാരിയായിരിക്കുമ്പോൾ കുളത്തിൽ വീണ് മരിച്ചു. എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വല്ലാത്തൊരു സങ്കടം തോന്നിയതാണ്. എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു പിന്നീട് ഈശ്വരൻ നമ്പൂതിരി. എൻ്റെ മനസ്സിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഇടുമ്പയിൽ ഒരു ഇസ്മായിൽ മരിച്ചുപോയില്ലേ? തൊടിയിലത്തെ കച്ചവടക്കാരനായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരേ ഒരു അനാദി പീടിയ ആ ഇസ്മായിലിൻ്റെ കടയായിരുന്നു. ഒരു ദിവസം എന്നോട് ചായപ്പൊടി വാങ്ങാൻ വേണ്ടി അമ്മ പീടിയയിലേക്ക് അയച്ചപ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ഈ ഈശ്വരൻ വന്നിട്ട് ഇസ്മായിലിനോട് പറയാ, ഇസ്മായിലെ, അടുത്ത അഷ്ടമി ഉത്സവത്തിന് നിന്റെ കടയെല്ലാം തീർക്കാൻ നീ കുറച്ചും കൂടി വെളിച്ചെണ്ണ കടണ്ട. നാളെ ഭഗവാന് തിരികെത്തിക്കാൻ അങ്ങനെയില്ല. ആരോടാ പറയുന്നത്? ഇസ്മായിലിനോട്. പൈസയില്ല. ഇസ്മായിലിനോട് സാക്ഷാൽ പരമശിവന് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാഞ്ഞിട്ട് ഈശ്വരൻ വന്നിട്ട് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് അതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇസ്മായിലിനെ ഞാൻ നോക്കുമ്പോൾ ഇസ്മായിൽ അകത്ത് പോയി ഒരു പ്രശ്നമില്ലാതെ എണ്ണ മുക്കിയിട്ട് അയാൾക്ക് കൊടുക്കുന്നു, അയാൾ പോകുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഈശ്വരൻ വേറെയുണ്ട്. ഞാനിത് പറഞ്ഞത് അന്ന് വരുമാനമില്ലാത്ത ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയുണ്ടോ? എല്ലാ ക്ഷേത്രങ്ങളും ഗംഭീരമായ ചുറ്റമ്പലവും കൊടിമരവും അഗ്രശാലയും തടപ്പള്ളിയും ശ്രീകോവിലും വിഗ്രഹവും നമസ്കാര മണ്ഡപവും എല്ലാമായി. ഉത്സവങ്ങളും ഗംഭീരമാണ്, എല്ലാം ഗംഭീരമാകുന്നു. പക്ഷേ ഈ ഭക്തിയും ഈ പ്രാർത്ഥനയും അമ്പലങ്ങളും വളരുന്നതിന് ആനുപാതികമായി വളരേണ്ടത് വളരുന്നുണ്ടോ എന്ന് ഗൗരവതരമായി ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യണം. ആ ചർച്ചയ്ക്ക് ഉത്തരമായിട്ടാണ് ഓം നമഃ ശിവായ എന്ന മന്ത്രം. അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ അവസാനം പറഞ്ഞു. 2 ദിവസമായിട്ട് നമുക്ക് പിടികിട്ടാത്ത ചെറുപ്പക്കാരുടെ മനസ്സിൻ്റെ പ്രഹേളികയായിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ?
ഒന്നിച്ച് കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന, പള്ളിയിൽ കൊണ്ടുപോകുന്ന, ബിരിയാണിയുമായി കൊടുക്കുന്ന, സ്നേഹിക്കുന്ന ജ്യേഷ്ഠൻ സ്വന്തം അനുജനെ 14 വയസ്സുള്ള ഒരു ചെക്കനെ ചുറ്റിക്ക് കൊണ്ട് തലങ്ങും വിലങ്ങും തലക്കടിച്ച് കൊന്നു. ആ കൊല്ലപ്പെടുന്ന, ഞാൻ കൊന്നതല്ല, കൊല്ലപ്പെടുന്നത് വരെ ആ അനുജന് എന്തിനാ ഏട്ടാ എന്നെ അടിക്കുന്ന എന്ന് ഉത്തരം കിട്ടാതെ ആ പിഞ്ചു കുഞ്ഞ് മരിച്ചുപോയ അവസ്ഥ നിങ്ങൾ അറിയിക്കൂ. എന്തിനാ ഏട്ടാ എന്നെ കൊല്ലുന്ന? അറിയില്ലല്ലോ ആ കുട്ടിക്ക്. അച്ഛന്റെ അമ്മേനെ കൊന്നതായിരുന്നു ആ ചെക്കൻ. അച്ഛന്റെ അനുജനെ കൊന്നു, 5 ആളെ കൊന്നു. എന്നിട്ട് സ്വയം പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനിങ്ങനെ കൊന്നിട്ടുണ്ടെന്ന് വിവരം കൊടുക്കുക. പെട്ടെന്നുള്ള ക്ഷോഭത്തിൽ ഒരാൾ തമ്മാമിൽ അടിക്കുമ്പോൾ ചിലപ്പോൾ ചത്തുപോയെങ്കിൽ നമുക്ക് കണക്കൂട്ടാം. ഇത് പോയി കൊല്ലുന്നു, അവിടെ നിന്ന് കൊന്നതിന് ശേഷം വേറൊരു സ്ഥലത്ത് പോകുന്നു സ്കൂട്ടറിൽ, അവിടെ പോയി കൊല്ലുന്നു, എല്ലാം കൊന്നിട്ട് പോയി. എന്താണ് മനുഷ്യന്റെ മനസ്സ്? നമ്മുടെ ഇത്രയും ദൈവങ്ങളും ഇത്രയും അമ്പലങ്ങളും ഇത്രയും പ്രാർത്ഥനകളും പള്ളികളും ആരാധനാലയങ്ങളും ഉണ്ടായിട്ടും എന്തേ നമ്മുടെ മനുഷ്യന്റെ മനസ്സുകളിൽ പുഴുക്കളരിച്ച് നടക്കുന്നു? ആ പുഴുക്കൾ എങ്ങനെയാണ് എവിടെയാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. ആ പുഴുക്കൾക്ക് പറ്റിയ വിധത്തിൽ പുതിയ പാട്ടുകൾ ഉണ്ടാവുന്നു അല്ലേ? നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പുഴുക്കൾ അരിച്ചു നടക്കുന്ന കുട്ടികൾ ഞാൻ ഇനി പാടുന്ന പാട്ട് കേൾക്കുമ്പോൾ തുള്ളും. ആ പാട്ട് ഒരു ഗാനമേളയിൽ ഒരു പാട്ട് പാടും ഒരാള്. സ്നേഹഗായികേ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും, ആനന്ദഗാനോത്സവമെന്നു തുടങ്ങും. നിൻ പ്രേമ പൂജതൻ നിർവൃതി പുഷ്പങ്ങൾ നിത്യവും നാണണിയും എന്ന് പാടുമ്പോ കുട്ടികൾ, ചെറുപ്പക്കാർ കൂവലോട് കൂവല്. പാട്ട് നിർത്തിയിട്ട് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലൂമിനാട്ടി എന്ന് പറഞ്ഞപ്പോ പിള്ളേർ തുള്ളാൻ തുടങ്ങി. നോക്കും, നമ്മുടെ പുരാണങ്ങളിൽ ചോര കുടിച്ച കുംഭകർണനെ പോലുള്ള രാക്ഷസന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുംഭകർണനും കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഉണ്ടാക്കിയിട്ടില്ല. പേനാ കത്തി കൊണ്ട് ഹരിശ്രീ വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. കോവിഡ് കാലത്ത് വീട് കയറിയവനെ, അരി വാങ്ങിക്കൊണ്ട കൊടുത്തവനെ, ആളുകൾക്ക് വേണ്ടിയിട്ട് കിറ്റ് വിട്ടിട്ട് സേവിക്കാൻ പോയവനെ, ശവസംസ്കരിക്കാൻ പോയവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക് എന്നല്ല, കത്തി കൊണ്ട് വേറെയാളെ പള്ളക്ക് വിദ്യാരംഭം കുറിച്ചവനെ നിനക്ക് 10ൽ 10 മാർക്ക്. ആവേശ സിനിമയിൽ ഇപ്പോഴത്തെ പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ട് 27 സ്കൂളിൽ ഇക്കൊല്ലം കത്തിക്കുത്തുണ്ടായി, അറിയോ? നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികളെല്ലാം പണ്ടത്തെ മാതിരി നല്ലോണം വിവരമുള്ള കുട്ടികളല്ലേ, നല്ലോണം പഠിക്കുന്നില്ലേ? ഒരു സ്കൂളിലെ കുട്ടിയെ, തന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയെ മലത്തി കിടത്തിയിട്ട് അവന്റെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിട്ട് അവിടെയെല്ലാം മുളക് പൊടി തേക്കുന്നത് വീഡിയോയിലെടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. വയനാട്ടില് തലപ്പുഴയില് രാധ എന്ന് പറയുന്ന കാപ്പിക്കുരു പറിക്കാൻ പോകുന്ന ഒരു സ്ത്രീയെ ഒരു കടുവ കൊന്നു അല്ലേ? കടുവ കൊന്നു. ഭയങ്കരമായ ഹർത്താലൊക്കെ നടത്തിയില്ലേ അവിടെ? പക്ഷെ ഈ കടുവക്ക് ഇത് രാധയാണോ ആടാണോ പശുവാണോ പട്ടിയാണോ അറിയോ? കടുവക്ക് സാമ്പാറും പച്ചക്കറിയും വെള്ളരിക്കയും പൊട്ടിക്കയും തിന്നാൻ പറ്റുമോ? ഇല്ല. അതിനിറച്ചിയെ തിന്നാൻ പറ്റുമോ? അത് കാട്ടിലുള്ള മുയലിന്റെയും മാനിന്റെയും ഇറച്ചി തിന്നാൻ പാടുള്ളൂ എന്ന് ആരും പഠിപ്പിച്ചോ? അതിന് ഇറച്ചിയുള്ളത് മുയലും മാനും പട്ടിയും മനുഷ്യനും എല്ലാം കണക്കാ. ആരുടെ ശരീരത്തിലെ ഇറച്ചി അത് തിന്നും. അത് രാധയാണ്, റേഷൻ കാർഡ് പേരുള്ള ആളാണ്, സ്കൂളിൽ പോയി പഠിച്ച ആളാണെന്നും അതിനറിയില്ല. അത് തിന്നും. അത് പ്രകൃതി നിശ്ചയിച്ചതാണ് ഇറച്ചി തിന്നാൻ. കേരളത്തിൽ കഴിഞ്ഞ വർഷം 2024 വന്യമൃഗങ്ങൾ കൊന്നത് വരെ എത്ര എന്നൊരു കണക്കെടുത്ത് നോക്കി. വന്യമൃഗങ്ങൾ കൊല്ലപ്പെട്ട മനുഷ്യരെത്ര? 66 പേരാണ് കൊല്ലപ്പെട്ടത്. 66 പേര്. 66 ആളെ കൊന്നോന്ന് ഞാൻ നോക്കി. എന്നിട്ട് പിന്നെ ഏത് ആനയാണോ കടുവയാണോ കൊന്നോന്ന് നോക്കുമ്പോഴാണ് അതിൽ 46 പേരും കൊല്ലപ്പെട്ടത് പാമ്പ് കടിച്ചിട്ടും കടന്നലും തേനീച്ചയും കുത്തിയിട്ടുവാ. അത് കാട്ടിൽ പോയിട്ടല്ലല്ലോ. പാമ്പ് ഓടി വന്ന് കടിച്ചതല്ല, ചവിട്ടി പോയിട്ട് കടിച്ചതാ.
പാമ്പ് കടിച്ചിട്ടും കടന്നലും പായ്ത്തേനീച്ചയും കുത്തിയിട്ട്, കഴിഞ്ഞ ആഴ്ചയും കൂടി ആഴ്ചയിൽ ഒരാൾ മരിച്ചല്ലോ, തേനീച്ച കുത്തിയിട്ട്. 46 ആൾ, 20 ആളെയാണ് ആനയും കടുവയും പുലിയും കരടിയും കാട്ടുപോത്തും കൂടി കൊന്നത്. 20 ആള് മാത്രം. ഞാൻ എന്നിട്ട് വേറെ ഒരു കണക്കെടുത്ത് നോക്കി. 2024 കേരളത്തിൽ മനുഷ്യമൃഗങ്ങൾ കൊന്നത് 301 ആളെയാണ്. 301 ആളെ. കടുവ കൊന്നത് തിന്നാനാണ്. ഈ 301 ആളെ കൊന്നത് തിന്നാനാണോ? നിങ്ങൾ ആലോചിക്കൂ. ഇത്രയും ദൈവ ആരാധനയും പ്രാർത്ഥനയും എല്ലാ വണ്ടിയിലും, ദൈവമേ മുത്തപ്പൻ എല്ലാം പ്രാർത്ഥിക്കുമ്പോഴും എന്തേ കൊലപാതകത്തിന് കുറവില്ല? ദയയും കാരുണ്യവും സ്നേഹവും സഹാനുഭൂതിയും ഇല്ല. പിന്നെ നമ്മൾ എന്തിനു മനുഷ്യരായി? എന്തിനു മനുഷ്യരായി? അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു അഹന്തയുണ്ട്. ആ അഹന്ത 6 കറുത്ത പടവുകളിൽ കെട്ടിപ്പടുത്തിരിക്കുന്നതാണ്. ഈ 6 കറുത്ത പടവുകൾ കടന്നിട്ട് അപ്പുറത്തേക്ക് കടക്കണം. ഏതാ 6 കറുത്ത പടവുകൾ? 1 കാമം, 2 ക്രോധം, 3 ലോഭം, 4 മോഹം, 5 മതം, 6 മത്സര്യം. നിങ്ങൾ ഭക്തനാണോ? ഈ 4 കറുത്ത പടവുകൾ, 6 കറുത്ത പടവുകൾ കടന്ന് പടിയാറും അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ. ഈ പടവുകൾ കടക്കണം. 1 കാമമാണ്. കാമം എന്ന് പറയുന്ന ഒരു തെറ്റല്ല. കാമം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഉണ്ടായത്, നമുക്ക് മക്കൾ ഉണ്ടായത്. ഇല്ല, കാമം ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഗണപതിയും സുബ്രഹ്മണ്യനൊക്കെ മക്കളുണ്ടായത്, ശിവനും പാർവതിക്കും മക്കളുണ്ടായത് പാർവതിയിലേക്ക് ശിവന് അനുരാഗമുണ്ടാക്കാൻ വേണ്ടി മല്ലികാബാണൻ തന്റെ വില്ലെടുത്തിട്ടാണ്, മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തിട്ടാണ്. അപ്പൊ കാമൻ ഒരു തെറ്റല്ല. പക്ഷേ എപ്പോഴാ കാമൻ തെറ്റാവുന്നത്? അതിനൊരവസരമുണ്ട്, അതിനൊരു സമയമുണ്ട്, അതിനൊരു പക്വതയും സംസ്കാരവുമുണ്ട്. ആ സംസ്കാരത്തിന്റെ പേരാണ് വിവാഹം. മനസ്സിലായോ? കാമവികാരം മൃഗങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ വിവാഹം വേണ്ട. റോഡിൽ വെച്ച് പട്ടികൾ ഇണ ചേരും. നമുക്ക് പണ്ട് ഇപ്പോ ആമയും മൊയിലും പന്തയം വെച്ച പോലെയാ. ഗുരു ഏതാ ലഘു ഏതാ നോക്കിയിട്ടാണ് മനുഷ്യനോ മൃഗമോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഗുരു ലഘു, പണ്ട് സ്കൂളിൽ വൃത്തം പഠിച്ചവർക്കറിയാം ഗുരു ഏതാ ലഘു ഏതാ. ദീർഘാക്ഷരം ഗുരുവും ഹ്രസ്വാക്ഷരം ലഘു. വലുത് ഗുരു, ചെറുത് ലഘു. ഭൂമി വലുതും ആപ്പിള് ചെറുതുമായതുകൊണ്ടാണ് വലിയ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ച് വലിക്കുന്നത് കൊണ്ട് ഗുരുത്വ ബലം എന്ന് ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയൊരു പേര്, ഭൂഗുരുത്വ ബലം. ഗുരു എന്ന് പറഞ്ഞാൽ മാഷ് എന്നല്ല അർത്ഥം. ആക്സിഡന്റിൽ ഗുരുതരമായ പരിക്ക് പറ്റിയിട്ട് 13 ആൾ ആസ്പത്രിയിലുണ്ടെന്ന് വാർത്ത കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും മാഷന്മാർക്ക് പരിക്ക് പറ്റിയെന്ന് മനസ്സിലാക്കലുണ്ടോ? ഗുരുതരമായ പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ വലിയ പരിക്ക് പറ്റിയെന്ന്. മാഷന്മാരെ ഗുരു എന്ന് പറയുന്നത് അറിവിന്റെ കാര്യത്തിൽ അവർ വലുതായതുകൊണ്ടാണ്. ഗുരുവും ലഘുവും. മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവാണ്. ശരീരം നിയന്ത്രിക്കുന്ന മനസ്സാ. ഈ അമ്പലപ്പറമ്പിൽ ഇപ്പൊ ഒരു പശു വന്നു എന്ന് വിചാരിക്കുക. ആ പശുവിനെ മൂത്രിക്കാൻ മുട്ടുമ്പോ മനസ്സ് പറയോ പറ്റൂല, അനങ്ങാണ്ട് കിടന്നോ പേരിൻകോട്ടല്ലേ? ഇല്ല, ആടെ പാലും മുത്തിച്ച് മൂത്രയിക്കും. ഇപ്പൊ മൂത്രയിക്കാത്ത പിണ്ടവിടാത്ത ആനയുണ്ട് കേട്ടോ. അമ്പലപ്പറമ്പില് ശിവേലി എഴുന്നള്ളത്ത് നടക്കുമ്പോ ആന ശ്രീകോവിലിന്റെ മുമ്പിൽ മൂത്രയിക്കും പിണ്ടോടും ചെയ്യൂ. അതിന്റെ മനസ്സിൽ മതം പൊട്ടുമ്പോ കുത്തിക്കൊല്ലും. കാരണം അതിന്റെ ഗുരു ശരീരമാണ്. മനസ്സതിന് കീഴ്പ്പെടുകയാണ്. ഞാനിന്ന് രാവിലെ ഒരു ക്ഷേത്രത്തിലെ സാംസ്കാരിക സമ്മേളനത്തിൽ പോയി, ഇന്ന് വടകരക്കപ്പുറത്ത്. അവിടെ നോക്കുമ്പോ അതാ ആനയങ്ങ് എഴുന്നള്ളി വരികത്ത. ചെവിയോ ആട്ടിയിട്ട് ഗംഭീരാന എന്ന് പറഞ്ഞാൽ നല്ല തലയെടുപ്പുള്ള ആന. പക്ഷെ റോഡുമെന്ന് ആരും തെറ്റുന്നില്ല. വീതി കുറഞ്ഞ റോഡുമെന്ന് ആരും തെറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ആന വരുമ്പോൾ ആള് തെറ്റുണ്ട്. ഇങ്ങോട്ട് എത്തിയാൽ ടയർമേൽ പിടിപ്പിച്ച ആനയാണ്. പിണ്ടോടൂല, മൂത്രമൊഴിക്കൂല, ആളെ കുത്തി കൊല്ലുകയില്ല. എന്തൊരു സമാധാനമല്ലേ? മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്. ഈ ആനയെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ മനസ്സാണ്. റോബോട്ടിക് ആന. പട്ടിക്ക് റോഡിൽ വെച്ച് ഇണചേരാം,
പശുക്കൾ കണ്ടത് പോയി പിടിച്ചു പറിച്ച് വാഴയാണ്, നേന്ത്രവാഴയാണ്, ഒരുപാട് പൈസ ചിലവാക്കിയെന്ന് ചോദിച്ച് തിന്നാണ്ടിക്കില്ല. ഞാറ് തിന്നും, നെല്ല് തിന്നും. കാരണം അതിന് വിശക്കുമ്പോൾ തിന്നും, ഉറക്കം വരുമ്പോൾ ഉറങ്ങും, കാമവികാരം ഉണരുമ്പോൾ ഇണചേരും, മുട്ടുമ്പം ചാണകൂടും. അത്രയേ ഉള്ളൂ. നാം മനുഷ്യനായത് അവന്റെ ഗുരു മനസ്സാ, ശരീര ലഘുവാ. നിങ്ങൾക്കിപ്പോ ഇവിടെ ഇരിക്കുമ്പോ മൂത്രയിക്കാൻ മുട്ടി ആളെ ഒഴിക്കോ? ആള് പറയില്ലേ ഓനെന്ത് ജന്തുവാന്ന്? അപ്പൊ മനുഷ്യരുടെ കൂട്ടത്തിൽ പെടില്ല. നമ്മുടെ ശരീരത്തോട് മനസ്സാജ്ഞാപിക്കും നിൽക്കവിടെ. ആ മനസ്സ് ഗുരുവാകുമ്പോഴാണ് നമ്മൾ മനുഷ്യരാണ്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായി ആമയും മൊയിലും പന്തയം വെച്ച പോലത്തെ ഒരവസ്ഥ വരിക. ആമയും മൊയിലും പന്തയം വെച്ച കഥ കേൾക്കാത്ത ലോകത്തൊരൊറ്റ കുട്ടിയില്ല അല്ലേ? ഈസോപ്പ് കഥകളിലെ ഏറ്റവും പ്രശസ്തമായ കഥയാണ്. ആമയും മൊയിലും പന്തയം വെച്ച് മൊയിൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പിറകിലാണ്. നേരത്തെ അവിടെ എത്തിയിട്ട് 2 മെഡലൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് വിശ്രമിച്ചു പോകാം. വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോൾ ആമ പോയി സമ്മാനം വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് ഉപദേശിച്ചു. മാഷന്മാർ നമ്മളെ ഉപദേശിച്ചു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും അല്ലേ? ഉപദേശിച്ചു. ഈ കഥയെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ഈ പുതിയ കാലഘട്ടത്തിൽ അതിനൊന്ന് ഡീകൺസ്ട്രക്ഷൻ, പുനർവായന നടത്താം. ഈ ആമ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, മനസ്സെന്ന് പറയുന്നത് മുയലാണ്. നമ്മുടെ ശരീരം ആമയെ പോലെ വളരെ മെല്ലിയല്ലേ വളരൂ? ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടും. നിങ്ങൾ ആരെങ്കിലും പറ്റിയിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കളുടെ 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടാൻ, കുമ്പിടാൻ? LKG അങ്ങനെ വാടി പോകുമ്പോൾ 3 വയസ്സാവില്ല. 3ാമത്തെ വയസ്സിൽ ആ പശു പെറ്റിട്ട് മുലയൂട്ടുന്ന അമ്മയാ. നമ്മളെ കുട്ടി പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. നമ്മളെ കുട്ടി ഒരു അമ്മയാവാൻ പിന്നെ എത്ര കൊല്ലം കഴിയണം? 18 വയസ്സ്. അപ്പോഴേക്ക് പശു 10ഉം 15ഉം പെറ്റിട്ട് ഭൂമിയിൽ നിന്നേ പോയിട്ടുണ്ടാവും. നമ്മുടെ ശരീരം ആമയെ പോലെ വളരുന്നു, പക്ഷെ മനസ്സോ മോയലിനെ പോലെ കൊതിക്കുക. എന്തൊരു ബുദ്ധിയാ കുട്ടികൾക്ക്! എത്രയാണ് അവർക്ക് മാർക്ക്! എന്തെല്ലാം അവർ അസൈൻമെന്റ് ഉണ്ടാക്കുന്നത്, പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത്, ചാർട്ട് ഉണ്ടാക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ലൈബ്രറിയിൽ പോകുന്നു, റഫർ ചെയ്യുന്നു, പുസ്തകങ്ങൾ നോട്ട് കുറിക്കുന്നു. എന്തൊരു എനർജിയാണ് കുട്ടികൾക്ക്! അവരുടെ മനസ്സ് മുയലിനെ പോലെ കുതിക്കുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ മറ്റൊരാള് ഉണരുമ്പോ ഈ മനസ്സുറങ്ങുന്നതാണ് ഇന്നത്തെ യുവാക്കളുടെ പ്രശ്നം. നിങ്ങളവ ആ പ്രശ്നം കുട്ടികൾ അഭിമുഖീകരിക്കണം. ഇന്നത്തെ പിള്ളേർ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. കുട്ടികൾ അറിയാതെ അവരുടെ ഭാവം മാറുന്നു. അവരുടെ ഉള്ളിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. പ്രകൃതി മനുഷ്യനെ സൃഷ്ടിച്ചത് രാമായണം വായിക്കാനും മഹാഭാരതം എഴുതാനും ചന്ദ്രനിൽ പോകാനൊന്നുമല്ല. പ്രകൃതിക്ക് മനുഷ്യനെയും മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിക്കുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിന്നെ പോലെ കുറെ എണ്ണത്തിനെ നീ ഉണ്ടാക്കണം, സസ്റ്റൈനബിൾ ആവണം. ഇത് വീണ്ടും ആവർത്തിച്ച് വരണം, ചംക്രമണം നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സന്നാഹങ്ങളും നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ? ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോഴേക്ക് നമുക്ക് പക്വത ആർജിച്ചിട്ടില്ലെങ്കിൽ ഈ ഹോർമോണും മനസ്സും തമ്മിൽ ഒരു മത്സരം നടക്കും. അതാ ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന പ്രശ്നം. പണ്ടെല്ലാം ഹോർമോൺ ഉണ്ടാകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കാരണം എന്താ? അങ്ങനത്തെ ഭക്ഷണമല്ലേ. ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും പോലെ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു പോലെ. ഇതിനെക്കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? അതുകൊണ്ട് അന്ന് 10-എത്തുമ്പോൾ ലേശം പ്രേമല്ല വരിക തന്നെ. പ്രേമം വന്നാലോ പറയാൻ ധൈര്യം ഉണ്ടാവും. ആരാദ്യം പറയും, ആരാദ്യം പറയും, പറയാതിനി വയ്യ. പറയാൻ ധൈര്യമില്ല. ഓളെന്തോ പറയും, മാഷോട് പറയുമെന്ന് വെച്ചിട്ട് ഇവൻ അങ്ങോട്ടും പറയില്ല. ഇവനെന്തെങ്കിലും പരിഹസിക്കുമെന്ന് വെച്ചാൽ ഓൾ അങ്ങോട്ടും പറയില്ല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഒരു ഓട്ടോഗ്രാഫ് എത്തുന്നു. കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നുള്ള എഴുതി കുറേ നല്ല വാക്കെല്ലാം എഴുതി പോവും. 2 ഭാഗത്ത് പോയി. പിന്നെ വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഇൻസ്റ്റഗ്രാമും ഇല്ല, ഒരു പിടിയില്ല. പാള കയറിയും പോയി, മോര് മറിഞ്ഞും പോയി. ഇപ്പം കല്യാണമെല്ലാം കഴിഞ്ഞ് മക്കളും മക്കളെ മക്കളായാലും പഴയ ആളുകളെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങൾ അല്ലേ? നല്ലതാട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പോകുന്നവർക്ക് നല്ല പ്രഷർ കുറയുന്നുണ്ട്, ആയുസ് കൂടുന്നുണ്ട് എന്നാ പറയുന്നത്. നല്ലതാ.
പക്ഷെ ഇന്ന് 10ാം ക്ലാസ് വരെ കാക്കണ്ട 5ാം ക്ലാസ്സിലെത്തുമ്പോൾ പെൺകുട്ടി ഋതുമതിയാകുന്നു, ആൺകുട്ടിക്ക് പ്രേമക്കുരു പൊന്നുന്നു, അവൻ പ്രപ്പോസ് ചെയ്യുന്നു. കാരണം അന്നത്തെ ചക്കക്കുരും വെള്ളരിക്കുക ഇപ്പോ എത്രയാ വെളിച്ചെണ്ണ, എത്രയാ പാമോയില്. ഓണത്തിന് തേങ്ങ ഉടച്ച് കറി വെച്ചിട്ട് തുടർന്ന് വിഷുവിന് ഉടക്കുന്നതാന്ന് പറഞ്ഞ് അടിച്ച കഥയുണ്ട് പണ്ടത്തെ. ഓണത്തിനല്ലേ ഒരു തേങ്ങ ഉടച്ച് കറി വെച്ച് എന്നിട്ട് വിഷുവിന് ഉടക്കുന്ന തേങ്ങ. ഓണം കഴിഞ്ഞാൽ പിന്നെ വിഷു വരെ ഒരു തേങ്ങ ഉടച്ച് കറി വെച്ചിട്ടില്ല എന്നാ. ഇപ്പോ തേങ്ങ ഉടക്കാത്ത ദിവസമുണ്ട്. ഇതെല്ലാം എണ്ണയല്ലേ. എത്രയാ ഇറച്ചി, എത്രയാ മീന്. 50 പൈസക്ക് മീന് വാങ്ങിയിരുന്ന സാധനത്തിൽ ഇപ്പൊ 50 ഉറുപ്പ്യൊക്കെ പൂച്ചക്ക് മീന് കിട്ടൂല. ആ അവസ്ഥയാണ്. നമുക്കെല്ലാം മരണം വരെ പല പേരുണ്ടെങ്കിൽ മരിച്ച ഒറ്റ പേരിലേ ഉള്ളൂ, ശവം അല്ലേ മയ്യത്ത്. എന്നാ കോഴിക്ക് മരിക്കുന്നവരെ ഒറ്റ പേരേ ഉള്ളൂ, കോഴി. മരിച്ച 28 പേരാ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ചത്, ഇത് മുഴുവൻ പിള്ളേർ തിന്ന. അവന്റെ ഉള്ളിൽ ഡബിൾ സ്ട്രോങ്ങിൽ ഈ ഹോർമോൺ ഉണ്ടാവുമ്പോണ്ടല്ലോ, ആ ഹോർമോണിനെ മറികടക്കാൻ ആവശ്യമായ മനസ്സിന്റെ വേഗത കൂട്ടിക്കൊടുക്കാനുള്ള സാമൂഹ്യ കുടുംബ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ യുവാക്കൾ മയക്കുമരുന്നിനും മദ്യത്തിനും കഞ്ചാവിനും വൃത്തികേടിനും പിന്നിൽ നിൽക്കുന്നത്. അതാണ് പൊടിപാറിയിട്ട് വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ പൊടിപാറ്റിയിട്ട് ഞാൻ കാർ ഓടിക്കും, നീ ആരടാ പറയാനെന്ന് പറഞ്ഞിട്ട് വീഡിയോ പിടിക്കുന്നത്. മനസ്സിലായോ? അവന്റെ ഹോർമോണാണ് അവനെ നിയന്ത്രിക്കുന്നത്. അവന്റെ ഹോർമോണാണ്. അവന്റെ മനസ്സുറങ്ങിപ്പോയി. ആ പ്രായത്തിൽ ഏടുന്നെങ്കിൽ ഒരു ചെക്കനൊന്ന് ചിരിച്ച് കാണിച്ചാൽ മതി. ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഉറക്കുണ്ടാവില്ല. പോയി ആമ പോയി. പോല്ല മോളെ എന്ന് പറയേണ്ട മുയലില്ലേ, സംസ്കാരത്തിന്റെ മുയൽ ഉറങ്ങി. പോറ്റി വലുതാക്കി അച്ഛനെ അമ്മേനെയും കരയിച്ചിട്ട് അവരുടെ കണ്ണീർ തോണിയിലാണോ നിന്റെ കണ്ണീർ പുഴയിലാണോ നിന്റെ പ്രേമത്തോണി ഇറക്കേണ്ടത് എന്ന് ചോദിക്കാൻ മനസ്സുണ്ടോ? മറ്റുള്ളവരുടെ സ്നേഹവും അച്ഛനമ്മമാരുടെ സ്നേഹവും തമ്മിലൊരു വ്യത്യാസമുണ്ട്, അറിയില്ലേ? മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് സ്നേഹിച്ചത്. അച്ഛനമ്മമാർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ജനിക്കുന്നതിന് 6-8 മാസം മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരല്ലേ അച്ഛനമ്മമാർ, നമ്മുടെ മുഖം കാണുന്നതിന് മുമ്പ്. ആ അമ്മയുടെ കണ്ണീരിന്റെ പ്രയാസത്തിൽ നിന്റെ ജീവിതത്തിന്റെ സുഖം പടുത്തുയർത്തിയിട്ട് നിനക്ക് എന്ത് നേട്ടമാണടോ എന്ന് പറയാനുള്ള സംസ്കാരത്തിന്റെ മുയൽ ഉറങ്ങി. ആമ പോയി. 1 കൊല്ലം കഴിയുമ്പോൾ ട്രോഫിയും വാങ്ങി വരൂ. ആമ ഒന്നിനെ എടുത്തിട്ട് വരും. എൻ്റെ അമ്മ മോൻ കഞ്ചാവേനും ഞാൻ ഇപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇത് വ്യാപകമാവുന്നു. ഞാൻ പ്രണയത്തിനെതിരല്ല. പ്രണയം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മധുര മനോഹരമായ വികാരമാണ്. പക്ഷെ ആ പ്രണയം സാംസ്കാരികമായ പരിപ്രേക്ഷ്യമില്ലാതെ പ്രകടിപ്പിക്കുന്നത് മൃഗീയമായ കാമമാണ്. മനുഷ്യനും തമ്മിൽ ശാരീരിക വീഴ്ച നടത്തുന്നതിന് മുമ്പുണ്ടാവേണ്ട സാംസ്കാരിക ബന്ധനമുണ്ട്. ആ സാംസ്കാരിക ബന്ധനമാണ് നൂലിൽ കെട്ടിയിട്ട് താലി കെട്ടുന്നത്. 2 ഹൃദയങ്ങൾ ചേരണം, 2 ആത്മാക്കൾ ചേർന്നിട്ടേ ശരീരങ്ങൾ ചേരാവുന്ന. എന്റെ മനസ്സും നിന്റെ മനസ്സും തമ്മിൽ പൊരുത്തപ്പെടുത്തിയിട്ട് നിന്റെ ആ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് എന്റെ ഹൃദയത്തെ ചേർത്ത് വെക്കുന്നതാണ് സ്വർണത്തിൽ താലി ഉണ്ടാക്കുന്നു. ഹൃദയമാണ് താലി. ആ താലി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഹൃദയത്തിൽ ചേർത്ത് വെക്കുമ്പോ താലി ഭർത്താവിന്റെ ഹൃദയം പിടിച്ചു പറിച്ചാല് ചത്തുപോകുന്നതുകൊണ്ടാ സ്വർണത്തിലാക്കിയിട്ട് ഇവിടെ വെക്കുന്നു. ഇവിടെ ഫെവിക്വിക്കിലും ഫെവിക്കോളുകൊണ്ട് ഒട്ടാത്തത് കൊണ്ടാ നൂലുമ്പ് കെട്ടി കഴുത്ത് കെട്ടുന്നത്. ഭർത്താവിന്റെ ഹൃദയമാണ് ഈ താലി. ഇതറിയാത്ത പൊട്ടന്മാരാണ് വലിയ മാല വാങ്ങി കോർക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി കണ്ണാടി നോക്കൂ. പല ഭർത്താക്കന്മാരുടെ ഹൃദയം ഭാര്യന്റെ ഹൃദയത്തുമല്ല ഉദരത്തുമല്ല ഉണ്ടാവുക. താലി ഇവിടെയാണ് നിൽക്കേണ്ടത്. വൈകാരിക ബന്ധമാണത്. ആ വൈകാരിക ബന്ധം ഇപ്പൊ പോവുക. അതിനു പകരം ശരീരം മതി. എന്തിനാ കല്യാണം? ആദ്യ രാത്രിക്ക് വേണ്ടി അല്ലേ? എന്തെന്നാ ഈ ആദ്യ രാത്രി? ഒറ്റ രാത്രി മതിയോ? 2ാമത്തെ രാത്രി വേണ്ടേ? ഇങ്ങനെ കുറെ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, പക്ഷെ ജീവിതം ഭൂമിയിൽ ഇഴയുന്നു. എത്രയാ സ്വർഗം, എത്രയാ ലൈറ്റ്, എത്രയാ മഞ്ഞ കല്യാണം, എത്രയാ മെഹന്തി. പണ്ടെല്ലാം കല്യാണം അതിന്റെ തലേന്ന് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ചാളും 2 പെട്രോമാക്സ്. ഇപ്പൊ തലേന്ന് വലിയ ഡബിൾ കല്യാണം, അതിന്റെ തലേന്ന് അതിലും വലിയ കല്യാണം. ധൂർത്തടിക്കുക. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവ ലോൺ അടക്കാൻ മത്സരിച്ച് ലോൺ എടുത്ത് കഷ്ടപ്പെടുക. ജീവിതം ആസ്വദിക്കാൻ അറിയില്ല. വിവാഹം
സ്വർഗത്തിൽ നടന്നാലും ജീവിതം ഭൂമിയിലൊതുങ്ങി നിൽക്കും എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? ജീവിതം ഭൂമിയിലാ. ഈ മുയലിന് ഇനിയിപ്പോ കുട്ടികൾക്ക് ശരീരത്തിന് ഇറച്ചിയും മീനും കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? സായിപ്പന്മാരെ ഏറ്റവും കൂടുതൽ ഇറച്ചി തിന്നുക. അവര് പക്ഷേ ഒരു കഷ്ണം ഇറച്ചി തിന്നുമ്പോൾ 2 കഷ്ണം പച്ചക്കറി കൂട്ടിയിട്ട് തിന്നു. നമ്മളെ കുട്ടിയൊക്കെ പച്ചക്കറി വളർത്തിയൊക്കെ അമ്പലത്തിൽ പ്രശ്നം വെക്കാൻ വേണ്ടിയിട്ട് കണിശന്മാർ വന്ന സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി ത്രേണി ലഗ്നേന ചിന്തയിൽ എന്ന് പറഞ്ഞ് വാരി വെച്ചിട്ട് കബഡി നിരത്തുന്നത് പോലെ വെണ്ടയ്ക്ക അങ്ങോട്ട്, മുരിങ്ങക്കായി അങ്ങോട്ട്, കാരറ്റ് അങ്ങോട്ട്, വഴുതിനി അങ്ങോട്ട്, വെള്ളരിക്ക അങ്ങോട്ട്, ചാറ് മാത്രം കൂട്ടി തിന്നിട്ട് സ്വകാര്യം വെറുമ്പം നാളോടിയേക്കും പീസ് ഉണ്ടാവില്ല. പീസ് ഇറച്ചി തിന്നുന്നു. പച്ചക്കറിയും ഇലക്കറിയും പഴങ്ങളും കഴിക്കാതെ ഇറച്ചി മാത്രം തിന്നുക. അവന്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്ന ഈ ഹോർമോൺ ബാലൻസ് തെറ്റിയ അവസ്ഥയുണ്ടല്ലോ. അവരെന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അവന് തന്നെ പിടിയില്ല. ബൈക്കുമൊക്കെ ആയിരുന്നു, ഹെൽമെറ്റും വേണ്ട, വിടുന്നു. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള മനസ്സ് വേണ്ടേ? ശരീരത്തിന്റെ ചോദനകളാ ഓടുന്നത്. ഈ അവസ്ഥ നമ്മുടെ യുവാക്കളിൽ ഉണ്ടാകുന്നു. അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. എനിക്ക് വേണ്ടിയല്ല എന്റെ ജീവിതം. നമ എന്നാണ്. നമ എന്ന് പറഞ്ഞാൽ മാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞല്ല, നമ എന്ന് പറഞ്ഞാൽ എനക്കല്ല. ഓം നമ. പിന്നെ ആർക്ക് വേണ്ടിയാ? ഈ ലോകത്തിന്റെ മംഗളത്തിന് വേണ്ടിയാ. ശിവം മംഗളം, നന്മ എന്നാണ് അർത്ഥം. ഓം നമ ശിവായ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നേക്കാൾ ഈ ലോകത്തിന്റെ മംഗളത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ്. ഇതാണ് ഭാരതത്തിന്റെ അടിസ്ഥാന ദർശനം. ഉപനിഷത്തുകളിൽ ഏറ്റവും സുന്ദരവും ലോകപ്പ് മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ദർശനമാണ് ഈശാവാസ്യ ഉപനിഷത്ത്. ഈശാവാസ്യം ഇതം സർവം. എല്ലാറ്റിലും ദൈവമുണ്ട്. അതിന്റെ മലയാളം പാട്ട് കേട്ടിട്ടില്ലേ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? ആ ശ്ലോകത്തിന്റെ 4ാമത്തെ വരി അറിയാമോ? 4ാമത്തെ വരി തേന തെത്തേന ഭുഞ്ചീത, നിന്നാൽ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക, കൊടുത്തിട്ട് തിന്നുക എന്ന്. പണ്ടത്തെ ആള് ഭക്ഷണം കഴിക്കുമ്പോൾ നുള്ളിച്ചാടുന്ന കണ്ടില്ല. നമ്മൾ പറഞ്ഞു കൊതി കൂടുന്നാണ്. അല്ല, ഉറുമ്പിനൊക്കെ കൊടുക്കണമെന്നാ. ഒരു ഉറുമ്പിനെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടേ നീ കഴിക്കാവൂ. കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നീ പൈസ കൊടുത്ത് വാങ്ങിയതായിരിക്കും. ഈ പൈസ പ്രകൃതി തന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയ കടലാസ. നമ്മളാണ് ഈ പൈസക്ക് മൂല്യം നിശ്ചയിച്ചത്, പ്രകൃതിയല്ല. നീ കഴിച്ച ഭക്ഷണത്തിന്റെ ഊർജം കൊടുത്തത് സൂര്യനാണ്. ആ ഭക്ഷണത്തിന് ആ നെല്ല് മുളപ്പിച്ചു കൊടുത്തത് മണ്ണാണ്. ആ മണ്ണിൽ ജലവും ലവണം കൊണ്ട് അതിനെ അരി ഉണ്ടാക്കി കൊടുത്തത് ഈ മണ്ണിലെ ലവണങ്ങളാണ്. അതിന് കാറ്റേറ്റ് വെയിലേറ്റ് വിളയിച്ചത് ഇതൊക്കെ പ്രകൃതിയാണ്. ഇതൊന്നും നമ്മളതല്ല. കൃഷി നഷ്ട എന്ന് പറയുന്ന കുറേ ആളുണ്ട്, കണ്ടിട്ടേ. ഞാൻ പറയട്ടെ, ഒരു പയർമണി നട്ടാൽ അതിലെ ചെടിയിൽ മിനിമം 25 വാള് പയറുണ്ടാവില്ലേ? കൂടത്തെ ഒരു പയറിന്റെ ചെടിയിൽ 25 വാൾ ഉണ്ടാവില്ലേ? എല്ലാവരും കൃഷിക്കാരല്ല. ഒരു വാള് പയറില് ഒരു 10 മണിയും ഉണ്ടാവില്ലേ? അപ്പൊ 25 വാളിൽ 250 മണി ഉണ്ടാവില്ലേ? ഒരു പയർമണി നട്ടാൽ 250 മണി തിരിച്ചു തരുന്നത് നഷ്ടാണോ? 1 ഉറുപ്പ്യ ചെലവഴിച്ചിട്ട് ബിസിനസ് നടത്തിയിട്ട് 250 ഉറുപ്പ്യ ലാഭം കിട്ടുന്ന വേറിയതും ബിസിനസ് ഉണ്ടോ? ഇല്ല. ഈ കൃഷിയാണ് മനുഷ്യനെ സംസ്കാരത്തിലേക്ക് നയിച്ചതെന്നറിയണം. അതാണ് അഗ്രികൾച്ചർ. സംസ്കാരമാണ്. ജീവന്റെ ഉൽപ്പത്തിയുടെയും വികാസത്തിന്റെയും ചരിത്രം നിങ്ങൾ അറിയണം. അതാണ് ദശാവതാര കഥകൾ. ജീവൻ ഉണ്ടായത് വെള്ളത്തിലാ. ആദ്യത്തെ അവതാരം മത്സ്യമല്ലേ? ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ മാധുരി പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. ആ പാട്ട് കണ്ണാ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ പാട്ടുകൾ ഗംഭീരായിരിക്കും, പക്ഷെ അതിന്റെ രംഗം മഹാ അവധായിരിക്കും. പക്ഷെ ഈ പാട്ട് നല്ല രസമുള്ള രംഗമാണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്. ആറാട്ടിനാനകൾ എഴുന്നള്ളി ആഹ്ലാദ സമുദ്രം അല തല്ലി ആറാട്ടിനാനകൾ എഴുന്നള്ളി ആനന്ദ ഭൈരവി ആനന്ദ ഭൈരവി താളത്തിൽ മേളത്തിൽ അമ്പല തുളസികൾ തുമ്പിതുള്ളി ആറാട്ടിനാനകൾ എഴുന്നള്ളി. പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു പൂത്തുലഞ്ഞു നിൽക്കുന്ന ഉത്സവത്തിന്റെ അന്തരീക്ഷമില്ലേ? എത്ര ആനകൾ, ഒരുപാട് വെഞ്ചാമരം ഒക്കെ കാണും. അതിൻ്റെ രംഗം കാണാൻ വേണ്ടി ഞാൻ ഒരു ദിവസം ഈ പാട്ട് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ എന്താ കഥ എന്നറിയും. മധുവും ജയഭാരതിയും കൂടി രണ്ട് കൈയും പിടിച്ചിട്ട് ഒരു മരത്തിൻ്റെ ചോട്ട് ആറാട്ടിനാനകൾ എഴുന്നള്ളി. ഒരാനയുമില്ല, ഒരു അമ്പലമില്ല, ഒന്നുമില്ല. രംഗം കണ്ടപ്പോൾ ആ പാട് കാണണ്ടായിപ്പോയി തോന്നി. മഹാബദ്ധ. എന്നാൽ ഇന്ന് രംഗങ്ങളെല്ലാം അടിപൊളിയാണ്, നല്ല അതിമനോഹരമായ രംഗങ്ങളാണ്. പക്ഷേ പാട്ട് മാഹാ തൊട്ടി വന്നു, അതാ പ്രശ്നം. എന്ന രംഗവും പാട്ടും സുന്ദരമായിരിക്കുന്ന ഒരു പാട്ടാണ്. നിങ്ങൾ വീണ്ടും ഒന്ന് കണ്ണാന്നുള്ള പാട്ട് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണുക കേട്ടോ. ഒരു കടലിലൂടെ തോണിക്ക് പകരം പണ്ട് കട്ടമരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇങ്ങോട്ടറിയില്ല, കന്യാകുമാരി ഭാഗത്ത്. ഈ മരങ്ങൾ ഉണക്കിയിട്ട് ഇങ്ങനെ തോണി പോലെ ആക്കിയിട്ട് ആ കട്ടമരം തുഴഞ്ഞിട്ടൊരു പെണ്ണ് കണ്ണാലിലെ കണ്ണാ പാലാഴിത്തിരയിലൊഴുകും ആലിലെ കണ്ണാ ഞാനൊരു കന്നിമുക്കുവ പെണ്ണ് എൻ്റെ തോണിയിലെ പൊന്നു വേണോ പൊന്ന് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിലൊരു അനുപല്ലവി എന്താണെന്നറിയോ? നീ പണ്ടൊരു പൂത്തിമിങ്കിലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി. തിമിംഗലമായ കണ്ണൻ, മത്സ്യാവതാരം. അടുത്തത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി ആമ, കൂർമാവതാരം. അടുത്തത് കാട്ടിലെ പന്നി, വരാഹാവതാരം. അടുത്തത് മരത്തിന്റെ മേലെ കയറുന്ന ജീവി, മുഖം കണ്ട സിംഹം പോലെ ഉണ്ടാവും, ഉടല് കണ്ട നരസിംഹം, സിംഹവാലൻ, കുരങ്ങൻ, നരസിംഹം. അവിടുന്ന് വാല് പോയി മരത്തുനിന്ന് താഴെ ഇറങ്ങിയിട്ട് ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ കൊണ്ട് ഓല കൊണ്ട് ഒരു കൊടയുണ്ടാക്കിയ ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് വാമനൻ. അവന്റെ കാലഘട്ടത്തിലാണ് അളവും തൂക്കവും ലീഗൽ മെട്രോളജി തുടങ്ങിയത്, എണ്ണാൻ തുടങ്ങിയത്. മനുഷ്യൻ വന്നേരെ എണ്ണ ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പും മഴവില്ലിന് 7 നിറമുണ്ടായിരുന്നു. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട് ആരും മാരിവില്ലു പന്തലിട്ട ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ എന്ന് പാട്ടുപാടിയിട്ടില്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും പാലമരത്തിന്റെ ഒരു ഞെട്ടിൽ 7 ഇതളുകൾ ഉണ്ടായിരുന്നു. ആരും 7 ഇലം പാല പുത്തു പൂമരങ്ങൾ കൂട നിവർത്തൂ വെള്ളിമലയിൽ എന്ന് പാടിയിട്ടില്ല. നമ്മൾ വാമനന്റെ കാലഘട്ടത്തിലേക്ക് എണ്ണാൻ തുടങ്ങി 3 അടി അളന്നു. പക്ഷെ അളവ് വലിയ വ്യതിക്കാലം കൊണ്ട് വലിയ അളന്നു. ഇന്നാണെങ്കിൽ കേസ് വരും വാമന്റെ പേരിൽ. കാരണം 3 അടി സ്ഥലം പഞ്ചായത്ത് ചോദിച്ചു ഒരാളോട്, വീതി കൂട്ടാൻ. ആ 3 അടി അളത്താൻ സമ്മതിച്ചു. ഇനി പഞ്ചായത്ത് അളക്കാൻ വരുമ്പോൾ 2 മീറ്റർ നീളമുള്ള ഒരു കോലെടുത്തിട്ട് പറഞ്ഞു, മാലൂർ പഞ്ചായത്തിൽ 1 അടി എന്ന് പറഞ്ഞാൽ ഇതാണ്, അതുകൊണ്ട് 3 അടി ഇതിനെ കൊണ്ട് അളക്കും എന്ന് പറഞ്ഞാൽ വിടുവോ? അതുപോലെയല്ലേ 3 അടി സ്ഥലം കൊടുക്കാമെന്ന് വാമനോട് പറഞ്ഞു മഹാബലി. ഇയാൾ വലിയ പെരിക്കാലും കൊണ്ട് അളക്കാൻ വന്നാലും. അങ്ങനെയാണ് പാതാളത്തിലേക്ക് അയച്ചത്. പോട്ടെ, നമുക്ക് ആ അളവിനെ മാത്രം കണ്ടാൽ മതി. വാമനന് ശേഷമാണ് ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്ക് വരുന്നത്. പാറക്കല്ലുകൾ മാത്രം ആയുധമായിരുന്ന സ്ഥാനത്താണ് മണ്ണിന്റെ ആഴങ്ങളിൽ നിന്ന് ഇരുമ്പയിര് മുക്കിയെടുത്ത് അത് ഉരുക്കി മൂശയിലൊഴിച്ച് അതിന്റെ ഇരുമ്പിന്റെ ഒരു പത്തിയും മരത്തിന്റെ ഒരു തള്ളിയിട്ട് ചുമല് വെച്ചിട്ട് ഒരാൾ വന്നു, പരശുരാമൻ. വാമനം കഴിഞ്ഞ പരശുരാമൻ. നേരത്തെ കണ്ണാന്നുള്ള പാട്ടിന്റെ അടുത്ത വരി എന്താ? നീ പണ്ടൊരു മുനി കുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ നീരാഴി. മഴുവെറിഞ്ഞ ശ്രീരാമൻ, പരശുരാമൻ. അത് കഴിഞ്ഞിട്ടാ ധാർമ്മികതയുടെ കാലം ആരംഭിക്കുന്നു. ധാർമ്മികതയുടെ കാലം. ഒരു മനുഷ്യന് എത്രയും ഭാര്യയും ഒരു ഭർത്താവിന് എത്രയും ഭാര്യയും ഒരു ഭാര്യക്ക് എത്ര ഭർത്താവും ആകുന്നതിന് നിയമമൊന്നുമില്ല. തോന്നും പോലെയായിരുന്നു. ദശരഥനിലെത്തുമ്പോഴേക്ക് 3 ചുരുങ്ങി. കൗസല്യ, കൈകേയി, സുമിത്ര.
രാമനിലെത്തുമ്പോഴേക്ക് ഒറ്റ ഭാര്യ. അതിസാക്ഷിയായി വിവാഹം കഴിച്ചവളെ 10 തലയുള്ളവൻ കടൽ കടത്തി കൊണ്ടുപോയാലും എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് എന്തിനാ തപ്പിപ്പോകുന്ന വിട്ടേക്ക്, ഇഷ്ടം പോലെ വേറെ കിട്ടൂല. രാമൻ രാജകുമാരനാണ്, സുന്ദര കളയപരനാണ്. ഒന്ന് മാട്രിമോണിയിൽ കൊടുത്തെങ്കിൽ 1000കണക്കിന് പ്രപ്പോസൽ രാമന് കിട്ടുമായിരുന്നു. വേറെ നോക്കിയോ രാമൻ? ഇല്ല. താൻ വിവാഹം കഴിച്ചിരിക്കുന്ന പെണ്ണിനെ 10 തലയുള്ളോ കടൽ കടത്തി കൊണ്ടുപോയാലും അവളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കടൽ കടന്നപ്പുറം പോയിട്ട് 10 തലയുള്ളവനെ കൊന്നിട്ട് തിരിച്ചു വന്ന വിവാഹബന്ധത്തിന്റെ മൂല്യമാണ് രാമായണത്തിന്റെ കഥ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വന്നിട്ട് ഞാൻ എൻ്റെ പുരക്ക് പോന്നാന്ന് പറഞ്ഞിട്ട് ആടെ നപ്പാട് വക്കീലിനെ കണ്ട് പിടിച്ചോ ഡൈവോഴ്സ് അയക്കുന്നതല്ല. മനസ്സിലായോ? വിവാഹബന്ധത്തിന്റെ മൂല്യം അത് വെറും ഒരു തമാശക്കളിയല്ല. ഇപ്പൊ ചില പെൺകുട്ടികൾ പറയാം കല്യാണമേ വേണ്ട, പിന്നെന്താ ലിവിങ് ടുഗദർ. ഈ താലി കെട്ടിയിട്ടുള്ള കല്യാണം മാംഗല്യം തന്തുനാനേന. തന്തു എന്ന് പറഞ്ഞാൽ താലി. പിന്നെ ലിവിങ് ടുഗദറിന്റെ കുട്ടികൾ അനാഥ മന്ദിരത്ത് പോറ്റാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? കാരണം പറയങ്ങാട്ട് കൊണ്ടാക്കിയാൽ അവിടെ പ്രായമുള്ളവരെ എടുക്കും, കുഞ്ഞുമക്കളെ എടുക്കൂല. എന്തൊരവസ്ഥയാണ്! ഈ രാമായണം വായിക്കുമ്പോൾ ഇന്ത്യയിലെ മൂല്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ 2 മാസം മുമ്പ് കുവൈത്തിൽ ഒരു പരിപാടിക്ക് പ്രസംഗിക്കാൻ പോയി. ആടി എത്തിയപ്പോൾ എല്ലാ രാജ്യക്കാരും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുക. ഞാൻ വിചാരിച്ചു അന്ന് എന്തോ കുഴപ്പമുണ്ടോ? നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, അവരാടെ മുണ്ട് കണ്ടിട്ടില്ല. മലയാളികൾ ആടെ ഉണ്ട്, പക്ഷേ ഒറ്റ റൂമിലല്ലാണ്ട് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഉടുക്കും. ഞാൻ മുണ്ട് കൊടുത്തിട്ട് എല്ലാ രാജ്യക്കാരുടെയും ഒരു ടീ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവരിങ്ങനെ മുണ്ട് നോക്കി, അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ സെൽഫിയെല്ലാം എടുത്തു. അവർക്ക് അത്ഭുതം എന്താന്ന് പറഞ്ഞാൽ അതെങ്ങനെ അവിടെ നിൽക്കുന്നത്, ഇടത്തോട്ടും വലത്തും അവിടെ കുത്തിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതെന്നാ സൂത്രം. ഏറ്റവും വലിയ തമാശ, ഞാനവിടെ ഒരു താമസിച്ച ഹോട്ടലിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അവിടെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റുമ്പോൾ സകലയാളും തുറച്ചു നോക്കുന്നു. എന്താണെന്നറിയോ? അവരെല്ലാം റൂമിൽ കയറിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് സ്വിമ്മിങ് ഡ്രസ്സ് മാറ്റി ഇട്ടിട്ടേ പുറത്തിറങ്ങും. ഞാൻ ആടുന്ന് തന്നെ ഉടുക്കലും അയക്കലും ഒരേ സമയത്ത് ചെയ്യും. അതെന്നാന്ന് അവർക്കറിയില്ല. ഒന്ന് അയച്ചിട്ടിട്ടേ അവർക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റും. നമ്മൾ തോർത്ത് ചുറ്റിയാടെ പിടിച്ചിട്ട് മുണ്ട് ചൊട്ടി വലിക്കുന്ന പരിപാടിയില്ലേ, ആ സാങ്കേതിക വിദ്യ അവർക്കറിയില്ല. ഏത് ഉടുക്കലും അയക്കലും ഒരേ സമയത്ത് നടത്തും. അതിലൊരു കാനഡക്കാരൻ എന്നെ വന്ന് പരിചയപ്പെട്ടു. ഐ എം ഫ്രം ഇന്ത്യ. ഇന്ത്യ വേർ? കേരള എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു. യു ആർ ഫ്രം ദി ലാൻഡ് ഓഫ് കഥകളി. കഥകളിയുടെ നാട്ടുകാരാ. 5 ലക്ഷം ഉറുപ്പിക മുടക്കിയിട്ട് എല്ലാ കൊല്ലം അയാൾ കോട്ടക്കൽ കഥകളി യോഗത്തിന് കഥകളി കാണാൻ വരും. രണ്ടാമത്തെ കാര്യം അയാൾ പറഞ്ഞു, വായനയ്ക്ക് വേണ്ടി 1 മാസം നീക്കി വെച്ച നാട്ടുകാരല്ലേ നിങ്ങൾ? ഞാൻ പെട്ടെന്ന് വായിക്കാൻ എല്ലാവരും 1 മാസം നീക്കി വെക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. അതെന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, രാമായണം കർക്കിടക മാസം. അതെ 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 യെസ് 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 എന്ന് പറഞ്ഞു. അയാൾ കൈപിടിച്ച് കുലുക്കി. നമ്മളെ സത്യം നമുക്കറിയാലോ. കർക്കിടക മാസം വായിക്കുന്ന ആള് കർക്കിടകം 31-ാം തീയതി ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം എന്ന് പറഞ്ഞ് പൂട്ടിയാ പിന്നെ അടുത്ത 11 മാസം ഒരക്ഷരം വായിക്കാത്ത ടീമാണ് ഇവിടെ അധികവും. അതുപോലെ വായിക്കുന്നുണ്ടെങ്കിലോ ആ വീട്ടിലുള്ള ഏതെങ്കിലും കുട്ടിയൊക്കെ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവോ, കഥ പറഞ്ഞു കൊടുക്കുവോ? അമ്പലത്തിൽ ഒരാൾ വായിക്കുന്നുണ്ടാവും, കമ്മിറ്റി പ്രസിഡന്റ് വരെ അവിടെ വന്നിരുന്ന് കേൾക്കുവോ? ഇല്ല. ആര് കേൾക്കാനാ? രാമായണ പാരായണത്തിന്റെ മൈക്ക് ദൈവത്തിനെ കൊള്ള വെക്കൂ. ദൈവം ഇത് കേട്ടിട്ട് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. രാമായണം കേട്ടിട്ട് ദൈവത്തെ നന്നാക്കാൻ ആണോ? ഭാര്യാഭർത്തൃ ബന്ധം മാത്രമല്ല, അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം. ദശരഥൻ രാമനെ അഭിഷേകം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ട് തലേ ദിവസം വിളിച്ചു പറഞ്ഞു, രാമൻ കുരുത്തോലെല്ലാം തൂക്കിയിട്ട് ബാൻഡ് സെറ്റിൽ ഏൽപ്പിച്ച് പോയി കിടന്നുറങ്ങിയ രാത്രിക്ക് കൈകേയി പറ്റിച്ചല്ലോ. കൈകേയിനെയും കൊണ്ട് പണ്ട് യുദ്ധത്തിന് പോകുമ്പോ, ദേവാസുര യുദ്ധത്തിന് പോകുമ്പോ ദശരഥന് 10 രഥങ്ങൾ ഒരുമിച്ച് നയിക്കുന്ന ശക്തിയുള്ളത് കൊണ്ട് ഇയാളെ ആർക്കും തോപ്പിക്കാനാവില്ല. അപ്പോഴാണ് കൈകേയി തേർത്തട്ടിൽ നിന്ന് കാണുന്നത് ചക്രം, രഥത്തിന്റെ ചക്രം പിടിപ്പിച്ചിരിക്കുന്ന ആ തണ്ടിന്റെ മേലെ വലത്തുഭാഗത്ത് ചക്രം ഊരിപ്പോവാതിരിക്കാൻ ഒരു ആണി ഇടുമല്ലോ കുത്തനെ. ഈ ആണി ഊരിപ്പോയിരിക്കുന്നു. ചക്രം ഊരി പുറത്തേക്ക് തള്ളിപ്പോയാൽ രഥം നിൽക്കും. രഥം നിന്ന് അപ്പ ദശരഥനെ കൊല്ലും. ദശരഥനോട് ഇത് പറഞ്ഞാൽ അയാളെ തിരിഞ്ഞു നോക്കിയിട്ട് ആണി ഇടുമ്പോൾക്ക് അയാളെ കൊല്ലും. കയ്യെ ഒന്നും നോക്കാണ്ട് തന്റെ ബെരലാട് ആണിക്ക് പകരം ബെരലാടെ വെച്ചു കൊടുത്തു. പിന്നെ ബെരലുമ്മൽ കറങ്ങി യുദ്ധത്തിൽ ജയിച്ച് വിജയശ്രീലാളിതനായിട്ട് ദശരഥൻ തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നു. എന്താ പറ്റി? ഓടി വന്ന് പിടിച്ച് വലിച്ചു നോക്കുമ്പോൾ പാറാട് നീമ്പി അടക്ക പോലെ കൊണ്ട് തോലെല്ലാം പോയിട്ട് ബെരല്. ആകെ പ്രശ്നം. കയ്യെ രക്ഷപ്പെടുത്തിയ കണ്ടിട്ട് ഇഷ്ടമുള്ള 2 വരം ചോദിച്ചോ എന്ന് പറഞ്ഞു. കയ്യെ പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നും ആവശ്യമില്ല ഭഗവാനെ, ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിക്കാം, ഇപ്പം തൽക്കാലം അക്കൗണ്ടിൽ ഇട്ടോ. അങ്ങനെ 2 വരവുണ്ട് അക്കൗണ്ടിലും. ആരുടെ? കൈകേയിൻ്റെ അക്കൗണ്ടിൽ ദശരഥൻ കൊടുക്കേണ്ടത്. രാമനെ രാജാവാക്കാൻ
തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഈ വിവരം അറിഞ്ഞിട്ട് കൈകൈ പറഞ്ഞു, ആ 2 വരം ഇപ്പൊ കിട്ടണം. ആ വരം എന്താ? അതിന്റെ പലിശയ്ക്ക് പലിശയും കൂട്ടുപലിശ അടക്കാതെ കൊടുത്തത് എന്ത്? ഭരതനെ രാജാവാക്കണം, രാമനെ കാട്ടിലേക്കണം. ദശരഥൻ ബോധം കെട്ട് വീണു. കുറച്ച് കഴിഞ്ഞ് ബോധം വന്നപ്പോ എന്നെ എടുത്ത് രാമന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം. രാമനോട് പറഞ്ഞു, രാമാ പറ്റി, ഇതാ ഭാര്യക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പിന്നേക്ക് വെക്കാണ്ട് അന്നേരം കൊടുത്ത് സബൂറാക്കണം, പിന്നേക്ക് വെച്ച ആപത്താന്ന് പറയുന്നത് മനസ്സിലായോ? അതുകൊണ്ട് രാമനോട് ദശരഥൻ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ കൈകേയിയുടെ ആവശ്യം നിഷേധിക്കാം. പക്ഷേ ദശരഥൻ മരിച്ചാലും സത്യം മരിക്കരുത്. സത്യം ചെയ്തവനാണ്, സത്യവ്രതനാണ്. ദശരഥൻ സത്യത്തെ ലംഘിച്ചു എന്ന പ്രശസ്തി വേണ്ടായിരിക്കും, കുപ്രശസ്തി വേണ്ട. അതുകൊണ്ട് എനിക്ക് വേറെ നിവൃത്തിയില്ല. പക്ഷെ നിനക്കൊരു കാര്യം ചെയ്യാം, നീ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് രാജ്യ ആയുധവും ശക്തിയും പ്രധാനമാണ്. നീ ഒരു കാര്യം ചെയ്യൂ, എന്നെ പിടിച്ച് കാരാഗൃഹത്തിലെടുക്കും, എന്നിട്ട് നീ അഭിഷേകം നടത്തണം. അപ്പൊ രാമൻ പറഞ്ഞു, അച്ഛാ 3 തരം മക്കളുണ്ട്, അറിയാവോ അച്ഛന്? ഒന്ന്, താതകാര്യമനാജ്ഞപ്തമാകിലും മോദേന ചെയ്യുന്ന പുരുഷനുത്തമൻ. അച്ഛൻ അനാജ്ഞപ്തം, ആജ്ഞാപിക്കാതെ തന്നെ അച്ഛന്റെ മനസ്സിലുള്ള ആഗ്രഹം സന്തോഷത്തോടെ നിർവഹിക്കുന്ന മകനാണ് ഉത്തമപുത്രൻ. 2, താതൻ നിയോഗത്താൽ ചെയ്തടങ്ങുന്നവൻ മധ്യമപുത്രൻ എന്നറിഞ്ഞാലും അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമപുത്രനാണ്. 3, താതൻ നിയോഗിക്കലും ഇക്കാര്യം എന്നാലെ കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ. അച്ഛൻ പറഞ്ഞിട്ടും എനിക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നവൻ ആരായിരിക്കും? നിങ്ങളെ മനസ്സിൽ ഏതാ വാക്ക് വരുന്നത്? പറയാണ്ട് ചെയ്യുന്നവൻ ഉത്തമൻ, പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ, പറഞ്ഞിട്ടും ചെയ്യാത്തവനോ ആരായിരിക്കും? നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ടെന്നല്ലോ. ഉത്തമൻ, മധ്യമൻ, അധമൻ എന്നല്ലേ തോന്നുന്നത്? അധമൻ എന്നല്ല പറയുന്നത് രാമൻ. എന്താണെന്നറിയോ? അത്തരം മക്കളെ പിത്രോർ മലമെന്ന് ചൊല്ലുന്ന സ്വത്തുക്കൾ എന്നാണ്. പിതാവിൻ്റെ മകനല്ല, അത് മലമാണെന്ന്. നമ്മളെല്ലാം വീട്ടിൽ എത്ര മലമുണ്ടെന്ന് പോയിട്ടൊന്ന് കണക്കെടുത്ത് നോക്കിയാട്ടെ. അതാണ് അച്ഛനും മകനും തമ്മിൽ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, ജ്യേഷ്ഠത്തെയും അനുജനും തമ്മിൽ, അനുജത്തെയും ജ്യേഷ്ഠനും തമ്മിൽ ഓരോ ബന്ധങ്ങളുടെയും മൂല്യങ്ങൾ അറിയുമ്പോണ്ടല്ലോ, അത് മാത്രം പറയാൻ ഒരു 2 മണിക്കൂർ വേണം. അത്ഭുതങ്ങളാണ്. കുടുംബജീവിതത്തിന്റെ ആർദ്രതയും രാഷ്ട്രബന്ധങ്ങളുടെ ധാർമ്മികതയുമാണ് രാമായണ കാവ്യം നമ്മളോട് പറയുന്നത്. അത് കഴിഞ്ഞിട്ടോ രാമന് ശേഷം വന്ന ദൈവമാരാ? അവിടെയാണ് വേദാന്തം പ്രസംഗിക്കണം, ഗോതമ്പം കൃഷി ചെയ്യണം. ബലരാമൻ. ആരാ ബലരാമൻ? ഹലായുധൻ. ഹലമെന്താ? കലപ്പ, കലപ്പയന്തിയവൻ. കാളിന്തി നദിയിൽ അണകെട്ടിയിട്ട് കലപ്പ കൊണ്ട് ചാല് കീറി കനാല് കീറിയിട്ട് അമ്പാടിയിലേക്ക് ആദ്യം വെള്ളം എത്തിച്ച് കൃഷി ചെയ്ത ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയാണ് ആര്? ബലരാമൻ. വേദാന്തം പ്രസംഗിച്ചാ പോരാ, നമ്മുടെ കുട്ടികളോട് പറയണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അരി ഉണ്ടാക്കാൻ പറ്റുമോ? www.com MD നടിച്ച മസാല ദോശ ഡൗൺലോഡ് ആവോ? ദൈവത്തിനെ തപസ് ചെയ്യാൻ പോയ ആട്ടിടയന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഒരു പാട്ടുണ്ടല്ലോ, ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. അന്ന് വീണയാ നൽകി, ഇന്നാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ അത് കൊടുക്കുക അല്ലേ? തങ്ക സ്വപ്നശതങ്ങളാം തന്ത്രികൾ കെട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പൂരട്ടി ആർത്തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ രാഗങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. ഇപ്പൊ പിള്ളേരല്ല രാവും പകലും വീണയിൽ മീട്ടലല്ലേ ഞാൻ പറഞ്ഞ സാധനത്തിൽ. ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നുപോയി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. ഭൂമി മരുഭൂമിയായി, ഒന്നും പണിയെടുക്കാൻ പറ്റും. ഇപ്പൊ വിശപ്പ് വന്നപ്പോ പാട്ട് നിർത്തി.
കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മന്നിതിൻ്റെ മകനായിട്ടവനിറങ്ങി. മണ്ണിൽ പണിയെടുക്കും. അതാണ് ബലരാമന്റെ കഥ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സർഗാത്മകതയുടെ അവതാരം. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്ത കൃഷ്ണൻ. രസങ്ങൾ കൊണ്ട് രാസലീലയാടിയവൻ, നവരസങ്ങൾ അവതരിപ്പിച്ചവൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ തുടങ്ങിയത് കണ്ണൻ വനമാല ഉണ്ടാക്കിയതിനു ശേഷമാണ്. പുഷ്പങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ചവൻ, പുഴയുടെ സൗന്ദര്യം, പുഴകളെ സഖിയാക്കിയവൻ, യമുനയും കാളിന്തിയും സഖിയാക്കിയവൻ, ആ കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിയനെതിരായിട്ട് സമരം ചെയ്തവൻ, മഴ പെയ്യുന്നത് ദേവേന്ദ്രന്റെ കഴിവ് കൊണ്ടല്ലെന്ന് പറഞ്ഞവൻ, കേരളത്തിൽ മഴ പെയ്യുന്നത് പശ്ചിമഘട്ടമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞ മാധവ് ഗാഡ്ഗിലിനെ പോലെ അമ്പാടിയിൽ മഴ പെയ്യുന്നത് ഗോവർദ്ധന പർവ്വതമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനത്തെ പൂജിക്കണമെന്ന് പറഞ്ഞവൻ. സർഗാത്മകതയുടെ ദൈവം. ഇത്രയും ആയപ്പോഴാണ് മനുഷ്യൻ മൃഗത്തിൽ നിന്ന് മാനവികത ബോധത്തിലേക്ക് എത്തുന്നത്. എന്തൊക്കെ വേണം? അധ്വാനം വേണം, ചിന്ത വേണം, കൃഷി വേണം, വേണ്ടേ? സർഗാത്മകത വേണം, ധാർമ്മികത ബോധം വേണം, ദർശനങ്ങൾ വേണം, തത്വശാസ്ത്രങ്ങൾ വേണം. ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ദൈവങ്ങളുടെ കഥകൾ. മനുഷ്യനാണ് ഇതൊക്കെ വേണ്ടത്. അതൊക്കെ നേടിക്കൊണ്ട് സംഗീതമാണ്, നാദമാണ് കാട്ടാളത്വത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് ശിവന്റെ 5 മുഖങ്ങൾ. പഞ്ചാനനാണ് ശിവൻ. ഈശാനം, വാമദേവം, തൽപുരുഷം, അഘോരം, സദ്യോജാതം. 5 മുഖങ്ങളുടെ ശിവൻ. ആ 5 മുഖങ്ങളിൽ നിന്ന് ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം, സപ്തസ്വരങ്ങളുണ്ടായി. നിങ്ങളെ വീട്ടിൽ സ്വരം എന്താ? അട്ടഹാസമാണോ? നിഷാദമാണ്. നിഷാദം. നിഷാദൻ കാട്ടാളനാണ്. അതിനു പകരം പാലാഴിത്തൂമങ്കേ മോനെ മോളെ എഴുന്നേക്കാടാ എന്ന് പറയുന്ന ശബ്ദമുണ്ടോ വീട്ടിൽ? ഇല്ല. അട്ടഹാസമാണ്. ശബ്ദം നാദമാക്കി മാറ്റുമ്പോഴാണ് ദൈവികതയുണ്ടാവുന്നത്. അട്ടഹാസം വേണ്ട, വെറുപ്പ് വേണ്ട, സ്നേഹമാണ്. സ്നേഹത്തിന്റെ അടിത്തറയിൽ അറിവിന്റെ വെളിച്ചമാണ് ദൈവം. പുറത്ത് വെളിച്ചം തരുന്ന ആളെ കൃഷ്ണൻകുട്ടി എന്ന് പറയും. കൃഷ്ണൻകുട്ടി ആരാ? ഇലക്ട്രിസിറ്റി മന്ത്രി. അകത്ത് വെളിച്ചം തരുന്ന ആളെ, ദിവം തരുന്നവനെ ദൈവം എന്ന് പറയും. ദിവം പ്രകാശമാണ്. ദൈവം അകത്ത് വെളിച്ചം തരുന്നവനാണ്. അകത്ത് വെളിച്ചം നേടിവെച്ച് നിറച്ചു വെച്ചിരിക്കുന്നവനെ ഭക്തൻ എന്ന് പറയും. ഭാ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ്. പ്രകാശം നിറച്ചിരിക്കുന്നവൻ ഭക്തൻ. നടരാജമൂർത്തിയായ ശിവൻ ഈ ലോകത്തിന്റെ നെഗറ്റീവ് ഊർജത്തെ മുഴുവൻ സർവനാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ കഥയാണ് ശിവരാത്രി, അല്ലേ? ലോകത്ത് സുഖവും ദുഃഖവും ഉണ്ടാവും, നന്മയും തിന്മയും ഒക്കെ ഉണ്ടാവും, ഇരുട്ടും വെളിച്ചവും ഉണ്ടാവും. പക്ഷേ മരണമില്ലാത്ത, ജീവിതം മാത്രമുള്ള മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ അമൃതിന് വേണ്ടി പാലാഴി കടഞ്ഞല്ലോ ദേവന്മാര്. അത്യാർത്ഥിയല്ലേ അത്? അങ്ങനെയില്ല. പ്രപഞ്ചമാം പാൽക്കടലാവതും നാം പഠിച്ച മട്ടൊക്കെ മതിച്ചു നോക്കാം. സ്വഭോഗമാത്രോചിതമായി ലഭിക്കും സുഖാമൃതം ദുഃഖവിഷാംബു മിശ്രം. ദുഃഖമുണ്ടാകും, വെളിച്ചമുണ്ടോ? നിഴലുണ്ടാകും. പക്ഷേ വെളിച്ചം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പാലാഴി കടഞ്ഞപ്പോ ആദ്യം ഉയർന്നു വന്നത് വെളിച്ചത്തെ എന്തെന്ന് നമ്മൾ കൂട്ടിവെക്കുമ്പോഴും തുല്യവും വിപരീതവുമായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ശക്തിപ്പെടും. ന്യൂനമർദ്ദമുണ്ടാകും. നിങ്ങൾ നോക്കൂ, AC ഫിറ്റ് ചെയ്യുക. പലപ്പോഴും കല്യാണം കഴിക്കുമ്പോൾ ചെക്കനും പെണ്ണിനും കിടക്കുന്ന റൂമിൽ AC ഫിറ്റ് ചെയ്യുക. ഈ ചെക്കനും പെണ്ണും ആ തണുപ്പ് കിടക്കുമ്പോൾ ഓർക്കണോ, ഇതിൻ്റെ അകത്ത് തണുപ്പിന്റെ കൂടി ഡബിൾ ചൂട് ഈ മറ്റേ ഫാൻ എന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ കല്യാണം നടത്താൻ ചെലവാക്കി അച്ഛനും അമ്മയും ചൂടും ജയിച്ച് കിടന്നോടുക. മനസ്സിലായോ? AC ഉണ്ടാകുമ്പോൾ ആ തുല്യവും വിപരീതവുമായ ചൂട് അപ്പുറത്തേക്ക് തള്ളുന്നുണ്ട്. അതുപോലെ അമൃതുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തുല്യവും വിപരീതമായി കാളകൂടം ഒത്തുകൂടി ബ്ലാക്ക് ഹോളിൽപ്പെട്ട് ലോകം നശിച്ചു പോകുമ്പോൾ ആ ലോകത്തെ രക്ഷിച്ചപ്പോഴാണ് ആനെന്ന ദൈവം ശിവാനായത്. ആനെന്ന് മാത്രമായിരുന്നു ദൈവത്തിന്റെ പേര്.
ഭാരതത്തിലെ മോഹൻജാദാരാവിലും ഹാരപ്പയിലും നടത്തിയ ഖനനങ്ങളിലും ലഭിച്ച തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കിയത് ഭാരതത്തിലെ ആദ്യത്തെ പുരുഷ ദൈവം ആൻ എന്നാണ്, സ്ത്രീ ദൈവം മാ എന്നാണ്. ശിവം ചെയ്തപ്പോഴാണ് ശിവം കൂട്ടണം ആൻ ശിവനായത്. ആ ശിവൻ എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് ശിവമുണ്ട്, നന്മയുണ്ട്. ആ നന്മയാണ് പ്രധാനം. സത്യം അന്വേഷിക്കലാണ് നമ്മുടെ ജോലി, അതാണ് ശാസ്ത്രം. നന്മ ചെയ്യലാണ് നമ്മുടെ ജീവിതവൃത്തി, അതാണ് ശിവം. സൗന്ദര്യബോധമാണ് നമ്മുടെ ആർദ്രത, അതാണ് സൗന്ദര്യം. പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. ഈ 3 വാക്ക് ദൈവത്തിന് വേണ്ടി ഉണ്ടായതല്ല, മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാ. സത്യാന്വേഷണമാണ് എല്ലാ മതങ്ങളും ദൈവങ്ങളും നമ്മളോട് പറയുന്നത്. അതിന്റെ വിജയത്തിൽ ശാസ്ത്രം സത്യാന്വേഷിച്ചവർ കൂടുതലുണ്ടെങ്കിൽ ആ രാജ്യം പുരോഗതി പോയി. നമ്മൾ സത്യാന്വേഷണം ഇവരെല്ലാം പറഞ്ഞു തന്ന സത്യവും കേട്ടിട്ട് ആടിയിരുന്നു, അതിന്റെ അപ്പുറത്തെ സത്യം അന്വേഷിച്ചില്ല. നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാ. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇല്ലേ? നളന്തയും തക്ഷശിലയും ഉണ്ട്. ഉപനിഷത്തുകളും വേദങ്ങളും വേദാന്തങ്ങളും എല്ലാം എഴുതുന്നത് എത്രയാ, എന്തെല്ലാം കാര്യങ്ങളായിരുന്നു. മഹാഭാരതത്തിൽ 1,64,000 ശ്ലോകവും 10,20,000 കഥാപാത്രങ്ങളുണ്ട്. ഒരൊറ്റ കഥാപാത്രത്തിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോ? അതിനെല്ലാം അർത്ഥമുണ്ട്. പേരില്ലാത്ത ഒരൊറ്റ അർത്ഥമില്ലാത്ത ഒരൊറ്റ പേര് പുരാണത്തിലില്ല. അങ്ങനത്തെ 18 പുരാണം എഴുതി. മെൻഡലിയഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇംഗ്ലീഷ് മരുന്നുണ്ടായത്. 10-200 കൊല്ലമായിട്ടുള്ളൂ. ഈ ഇംഗ്ലീഷ് മരുന്നുണ്ടാകുന്നതിന് 1000 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള മരത്തിന്റെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും വായിലിട്ട് ചവച്ചരച്ചു നോക്കിയിട്ട് ഇതായിരുന്നു ലാബറട്ടറി. ഇത് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് ഇത് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കഫത്തിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് 1000കണക്കിന് കഷായവും അരിഷ്ടവും ലേഹ്യവും വടകവും ഗുളികയും എഴുതി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും. എന്തൊരു ബുദ്ധിമാന്മാരാ! അതുകൊണ്ടാണ് പാശ്ചാത്യർ എഴുതിയത് വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്, വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു. ഇത്രയും ബുദ്ധിമാന്മാരായിട്ടും നമ്മുടെ രാജ്യം പട്ടിണി രാജ്യമായതെന്താ? സത്യാന്വേഷണം തുടർന്നില്ല. നമ്മൾ ആരോ പറഞ്ഞ സത്യത്തിൽ കുമ്പിട്ട് വീണോ? അതിന്റെ അപ്പുറത്തേക്ക് വിവേകാനന്ദം വന്നപ്പോഴാണ് കുമ്പിട്ട് വീണവര് ഉത്തിഷ്ഠത എഴുന്നേറ്റത്. ജാഗ്രത പ്രാപ്യവരാ നിബോധത. അപ്പോഴാ സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നിയത്. അതിനു മുമ്പ് ഇരുണ്ട യുഗമായിരുന്നു. അതുകൊണ്ട് നമ്മളെ നോക്കിയട്ടെ, സത്യം അന്വേഷിക്കുന്നത് തടസ്സപ്പെട്ടതുകൊണ്ടല്ലേ ഈ ഗ്രൗണ്ടിൽ ഈ സ്റ്റേജിൽ ഇന്ത്യയെ കണ്ടുപിടിച്ച് എന്തൊക്കെ ഇത്രയും വിവരം ഉണ്ടായിട്ട് ഇന്ത്യയെ കണ്ടുപിടിച്ച് എന്തൊക്കെ ഒരു സാധനം ഉണ്ടോ? ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, എന്റെ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, നിങ്ങളിരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഞാൻ വന്ന കാറ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, താറ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. ഇതെല്ലാം വിദേശികൾ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന. ഇത്രയും വിവരമായിട്ട് എന്ത് പറ്റി? നമ്മൾ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണെന്ന് ധരിച്ചുപോയി. മനുഷ്യന്റെ ജോലി സത്യത്തെ അന്വേഷിക്കാൻ പുതിയ പുതിയ ഗവേഷണങ്ങളിലേക്ക് പുതിയ അന്വേഷണങ്ങളിലേക്ക് പോകലാ നമ്മുടെ ഡ്യൂട്ടി. അല്ലാതെ പാഠപുസ്തകത്തിലുള്ളത് മാത്രം പഠിച്ചിട്ട് പോരലല്ല. അല്ല, അതിനെ അതിജീവിക്കണം, അധ്യയനം നടത്തണം. അതല്ലേ ജൂണിൽ തുടങ്ങിയിട്ട് മാർച്ച് തീരുന്ന അധ്യയന വർഷം എന്ന് കേട്ടിട്ടില്ലേ? എന്താ അധ്യയനം? അധ്യയനമാണ്. അധി എന്ന് പറഞ്ഞാൽ പ്ലസ്, കൂടുതൽ. അയനം എന്ന് പറഞ്ഞാൽ യാത്ര. കൂടുതൽ യാത്ര ചെയ്യണം. പാഠപുസ്തകത്തിനേക്കാൾ അധ്യാപകരുടെ അറിവിനേക്കാൾ കൂടുതൽ യാത്ര ചെയ്യണം. അപ്പോഴാണ് നമ്മൾ വികസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക, സത്യം അന്വേഷിക്കുക, നന്മ ചെയ്യുക, സൗന്ദര്യബോധം ഉണ്ടാവുക. ഇതിന്റെ പശ്ചാത്തലം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുക. ചർച്ചകൾ നടക്കട്ടെ, സോഫ്റ്റനാവട്ടെ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം. ചപ്പാത്തിയും ഇഡലിയും സോഫ്റ്റനാക്കിയാൽ പോരാ, ബന്ധങ്ങൾ സോഫ്റ്റനാവണം. സോഫ്റ്റന്റെ സ്പെല്ലിങ് SOFTEN. എസ് എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക, അത്രയും വേണ്ടു, വേറെ പണിയൊന്നുമില്ല. സ്മൈൽ, പുഞ്ചിരിക്കുക. O എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്താനം പറയാ. അത് നല്ലേ പറയാവൂ. റോഡുമില്ലാതെ പോന്ന് അത് കോയിനാട്ടിനാ, മഹാവൃത്തികെട്ടവനാ. പിന്നെ ആരാ? ബഷീർ തീരെ പോക്കാ. സബാസ്റ്റ്യൻ ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളൂല. പഞ്ചായത്ത് പ്രസിഡന്റ് മഹാപോക്ക്. MLA പോക്കാണ്, മന്ത്രി പോക്കാണ്, മുഖ്യമന്ത്രി പോക്കാണ്, എല്ലാവരും പോക്കാണ്. ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ല. അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ടിട്ട് കുട്ടിക്ക് തോന്നും I am okay, you are not okay. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല.
ഇതാണ് നമ്മുടെ കുട്ടികളുടെ അഹന്തയുണ്ടാക്കുന്നത്. സുഗതകുമാരി ടീച്ചറുടെ വരികൾ ഓർക്കുക. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്ക്, വാതിൽ തുറക്ക്, പൂന്തോട്ടങ്ങളെ, മുറ്റത്തെ പുഷ്പങ്ങളെയും പൂമ്പാറ്റകളെയും കാണിക്ക്. അല്ലാതെ മൂലക്ക് പ്രതിഷ്ഠിച്ച ബിംബത്തെ കാണല്ല, കണി കാണല്ല. എല്ലാ വീട്ടിന്റെ മൂലക്കൊരു ബിംബം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പൂജാമുറിയിലെ ബിംബല്ലേ യൂറോപ്യൻ ക്ലോസറ്റ്. ആടെ പോയി നമസ്കരിച്ചിട്ട് പ്രകാശത്തെയും പ്രഭാതത്തെയും പ്രകൃതിയെയും കാണുന്നു. ആ പ്രഭാതത്തെ സുന്ദരമാക്കുക. ആ പ്രഭാതമാണ് നമുക്ക് മോട്ടിവേഷൻ. പ്രഭാതം വിടരും, പ്രദോഷം വിടരും, പ്രതീചി രണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. മനസ്സിനെ ഉണർത്തും. അത്തരത്തിൽ മനസ്സിനെ ഉണർത്താൻ നിങ്ങളുടെ ഈ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ നമ്മുടെ ആന്തരികമായ ഞാനല്ല വലുത്, ശിവമാണ് നല്ലത്. ഓം നമ ശിവായ. ഈ ലോകത്തിൻ്റെ മംഗളമാണ് പ്രധാനമെന്ന ബോധ്യത്തോടു കൂടി ഈ ശിവരാത്രി ആഘോഷവും കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇങ്ങനെ ഇടത്തിൽ വൈരീഘാതക ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് ഇങ്ങനെ ഉള്ളൊരു സമ്മേളനം വെച്ച് എന്നെ അതിന് ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോടും ഇത്ര നേരം നാടകം കാണാൻ വന്നിട്ട് എന്നെ കേട്ട് സഹിച്ചിരുന്നതിന് നിങ്ങളോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നമസ്കാരം.